ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സമൂഹത്ത് നോക്കുവാണെങ്കിൽ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ കാര്യത്തിനാണ്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. പക്ഷേ ഏത് ആറ്റിറ്റ്യൂഡിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ചില വ്യക്തികളെ സംബന്ധിച്ച് ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ഈ ഒരു കാര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും എല്ലാം തന്നെ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ചില പങ്കാളികൾക്ക് അവസാനം കിട്ടുന്ന സംതൃപ്തിക്കകത്ത് ചില പ്രത്യേകതകളുണ്ട്, അതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് രണ്ടാമത്തെ പ്രാവശ്യത്തെ രതിമൂർച്ചയിലാണ് കൂടുതലും സംതൃപ്തി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനകത്ത് വ്യക്തികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കാര്യം സാധാരണ രീതി ചെയ്യാം, എന്നാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വ്യത്യസ്തമായ രീതിയിലും ചെയ്യാം. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന പങ്കാളിക്ക് ഇതിനകത്തൊരു പ്രത്യേക താല്പര്യവും കഴിവും കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള പല രീതികളും ഉപബോധ മനസ്സ് ഏറ്റെടുക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു നമ്മുടെ നെർവ് എൻഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ പോയിൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രീതിക്കും അതിൻ്റേതായ പ്രാധാന്യം വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡോഗി പോസ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളൊരു പങ്കാളിയെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ക്രമേണ അതൊരു ഹാബിറ്റായിട്ട് മാറുന്നുമുണ്ട്. ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ആദ്യത്തെ ആ ഒരു സംതൃപ്തി ഫോർപ്ലേക്ക് ഇടയ്ക്ക് തന്നെ സംഭവിക്കാറുണ്ട്. അതൊരു പക്ഷേ പങ്കാളി അറിയണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തോന്ന് വെച്ചാൽ അവരുടെ ഉപബോധ മനസ്സ് രണ്ടാമത്തേതിന് വേണ്ടി മനഃപൂർവ്വം പ്രവർത്തിക്കാറുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രാവശ്യത്തേനാണ് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇതിനോടുള്ള താല്പര്യം ഒരുപോലല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന എക്സ്പീരിയൻസും വ്യത്യസ്തമായിരിക്കും. ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് ഇതിനകത്തൊരു പ്രത്യേക താല്പര്യം കൂടുതലായിരിക്കും. അതിന് കാരണം പലതാണ്. അമിതമായ ആകർഷണം, അതനുസരിച്ചുള്ള രൂപഭംഗി, പിന്നെ സ്നേഹം കൂടുതൽ കൊണ്ട് തോന്നുന്ന ആ ഒരു സ്വാതന്ത്ര്യം, പൂർണ്ണമായ വിശ്വാസം. ചിലരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം, ആഹാര രീതി, സാഹചര്യം, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികൾ, മാത്രമല്ല ചില വെറൈറ്റി രീതികളോട് അവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനകത്തൊന്നല്ല, ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പം നാവ് കൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പങ്കാളിയെ സംബന്ധിച്ച് അതിനോടുള്ള താല്പര്യം വ്യത്യസ്തമായിരിക്കും. ഫോർപ്ലേ സമയത്താണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ ഒരു സംതൃപ്തി ഇതിനകത്തൊന്ന് കിട്ടാറുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു രീതി മാത്രമല്ല പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ. ഇപ്പോൾ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രീതി മതി. അതിന് ചില പ്രത്യേക സമയങ്ങളും ഉണ്ട്, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ ആസ്വാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. രണ്ടു പേർക്കും അത് ഇഷ്ടമായിരിക്കണമെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ക്ലിറ്റോറിസുമായിട്ട് ബന്ധപ്പെട്ട ചില ക്രിയകൾ പെട്ടെന്ന് തന്നെ പങ്കാളിയെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിലും മനസ്സ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കണം, സന്തോഷമായിരിക്കണം. കാമത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹം വരണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി വേണം. നമ്മുടെ സന്തോഷവും സുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം നടക്കുന്നത് മനസ്സിലാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ചുംബനങ്ങൾ മാത്രം മതി ഈ ഒരു മൂഡിലേക്ക് വരാൻ. കാരണം എല്ലാം അവരുടെ ഇന്നർ മൈൻഡിലുണ്ട്. മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കറിയാൻ പറ്റും എന്ത് ചെയ്താൽ, എങ്ങനെ ചെയ്താൽ പൂർണ്ണമായ സംതൃപ്തിയിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് പങ്കാളിയായിട്ട് ചെയ്തതിന് ശേഷം അവരുടേതായിട്ടുള്ള ചില ക്രിയകൾ ചെയ്തെങ്കിലേ ഒരു പൂർണ്ണമായ സംതൃപ്തി കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ത്രില്ലുണ്ടാക്കുന്ന ഏതോ ഒരു കാര്യം അവർ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അവർക്ക് സ്ട്രോക്ക് കിട്ടേണ്ട ഭാഗത്ത് ശരിയായ രീതിയിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം അതിൻ്റേതായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ സങ്കല്പിക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് ഈ സമയത്ത് തീവ്രമായ പ്രൈവസി വേണം. ഈ സമയത്ത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില വാക്കുകൾ അവ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ബ്രെയിനിൽ സന്തോഷത്തിൻ്റെതായ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടും ഈ ഒരു കാര്യം ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നുണ്ട്. ഈ വിഭാഗത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പങ്കാളി ആ രീതിയിലുള്ള ആളായിരിക്കണം.
അതല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്നത്. ചിലർക്കാണെങ്കിൽ 2 പ്രാവശ്യം ഓർഗാസം വേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചിലരിതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒരു പ്രാവശ്യം പോലും വേണ്ട, ഒട്ടും താല്പര്യമില്ല. കാരണം അവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് അത്ര സുഖകരമല്ല, നെഗറ്റീവാണ്. അങ്ങനെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും സ്വയം ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനകത്തുനിന്നൊരു സംതൃപ്തി കിട്ടും. നാളെയും അത് ചെയ്യണമെന്ന് തോന്നും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.